2024 കഴിഞ്ഞു. നമ്മൾ 25ലേക്ക് എത്തി. എങ്ങനെയുണ്ടായിരുന്നു 2024ൻ്റെ പ്ലാന്? വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് നടക്കാത്തത്? തീർച്ചയായിട്ടും നമ്മൾ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ 2025ൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന, നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുകയാണ് ഇവിടെ. ഞാൻ 4ആയിട്ട് തരംതിരിക്കുകയാണ് 2025നെ. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് നമുക്കുണ്ടാവണം, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടാവണം. രണ്ടാമത്തേത്, നമുക്ക് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റുകൾ നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തേത്, നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനെസ്. ഇത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. ഹെൽത്ത് ആൻഡ് വെൽനെസ്. നാലാമത്തേത് നമുക്ക് ഫിനാൻഷ്യൽ ഗോൾ. ഇങ്ങനെ 4 ഗോളുകളാണ് 2025ൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത്. ഒന്നാമത്തേതിലേക്ക് എടുക്കാം നമുക്ക്. നമ്മൾ ഒന്നാമതായി പറഞ്ഞത് പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആണ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വായനാശീലം കൊണ്ടുവരിക എന്നുള്ളത്. എങ്ങനെയാണ് ഒരു വായനാശീലം കൊണ്ടുവരേണ്ടുന്നത്? വായിക്കുക എന്ന് പറയുന്നുള്ളത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ബോറടിച്ച് പോകും. അപ്പോൾ വായിക്കാനുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അറ്റോമിക് ഹാബിറ്റ്, ജെയിംസ് ക്ലിയറിൻ്റെ ബുക്കാണ്. അറ്റോമിക് ഹാബിറ്റ് എല്ലാവരും ലൈഫിൽ വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ഒറ്റ ദിവസം ഇരുന്നിട്ട് ഇത് മുഴുവനും വായിച്ചു തീർക്കാം എന്നൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. ഏകദേശം 271ഓളം പേജ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പകരം എന്താ ചെയ്യുക? ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഓഫീസിൽ എത്തിയാൽ ഏതെങ്കിലും സെലക്ട് ചെയ്തൊരു പുസ്തകത്തിന്റെ 1, 2, 3 ഇത്ര പേജ് മാത്രമേ വായിക്കുള്ളൂ. അത് ആദ്യത്തിൽ. പിന്നെ ഇൻട്രസ്റ്റിംഗ് സമയം, ഫ്രീ ടൈം ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വായിക്കും എന്നല്ലാതെ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം എന്ന താല്പര്യത്തോട് കൂടിയിട്ട് രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് 1, 2 പേജ് വായിക്കുക. വായിച്ചിട്ട് ആ പുസ്തകം അവിടെ വെച്ചേക്കുക. ഇത് നമ്മൾ ശീലിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ കാര്യം, നമ്മൾ തിങ്ക് പോസിറ്റീവ് എന്നുള്ളതാണ്. പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതിനിപ്പോൾ എന്താ വഴിയുള്ളത്? അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് ചെയ്യുന്നത്? ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിൽ ഡയറി ഉണ്ട്. ഈ ഡയറിയിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു ഡയറി കീപ്പ് ചെയ്യുക. ഈ ഡയറി എന്താ ചെയ്യാണെന്ന് വെച്ചാൽ, നമ്മൾ നമുക്കുള്ള അനുഗ്രഹങ്ങളുടെ പട്ടികകൾ എഴുതുക. കുഞ്ഞു സമയം മതി അത് എഴുതാൻ. ഒരു അനുഗ്രഹങ്ങളുടെ പട്ടികകൾ ഉണ്ടാക്കി തുടങ്ങിയാൽ ഒരുപാടാവും ട്ടോ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു 4, 5 അനുഗ്രഹങ്ങൾ മാത്രം. നമുക്ക് എന്തോരം അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ശരീരം തന്നെ എടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഫാമിലി എടുത്ത് നോക്കിയാൽ അനുഗ്രഹങ്ങളുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ അച്ചീവ്മെന്റ്സ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതി തുടങ്ങിയാൽ വലിയ പട്ടികകൾ ഉണ്ടാവും. അപ്പോൾ 5, 6 ഒക്കെ എന്താക്കാം, നമ്മൾ ഡെയിലി ഇത്ര അനുഗ്രഹങ്ങൾ എഴുതുന്നു എന്ന രീതിയിൽ എഴുതിയാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് മെന്റാലിറ്റി രൂപപ്പെട്ട് വരും. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്നുള്ളതാണ്. കുറച്ചു സമയം സ്ക്രീനിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, രാവിലെ മുതൽ ഇതുവരെ ആയിട്ടും എൻ്റെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ 4.5 മണിക്കൂർ സ്ക്രീൻ ടൈം ആയിട്ടുണ്ട്. 4.5 മണിക്കൂർ സ്ക്രീൻ ടൈം എന്ന് വെച്ചാൽ നല്ല ടൈമായി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഫോൺ അങ്ങോട്ട് ഫസ്റ്റ് മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഉദാഹരണത്തിന് ഒന്ന് വെറുതെ ഇരിക്കുക. സാധാരണ ഇപ്പോൾ പള്ളിയിൽ ഇരിക്കാന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. കുറച്ചു സമയം നമ്മളൊരു 20 മിനിറ്റ് ഒക്കെ സ്ക്രീനിൽ നിന്നും കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന രീതിയിൽ സ്ക്രീൻ ടൈം, അത് അതിനു വേണ്ടി മാറിയിരിക്കണം കേട്ടോ, ഭക്ഷണത്തിന് വേണ്ടി മാറിയിരിക്കുക അങ്ങനല്ല. സ്ക്രീനിൽ നിന്നും നമ്മൾ സ്ക്രീൻ ടൈമിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ജസ്റ്റ് കുറച്ച് മാറി നിൽക്കുക. അടുത്തത് ക്വാളിറ്റി ടൈം ആണ് കേട്ടോ. പേഴ്സണൽ ഡെവലപ്മെന്റിൽ ക്വാളിറ്റി ടൈം വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് ക്വാളിറ്റി ടൈം? നമ്മുടെ വീട്ടിലെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി ചെയ്യേണ്ടുന്ന ആൾക്കാരുണ്ടാവും. ഭാര്യ, മക്കള്, അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഗ്രാൻഡ് മദേഴ്സ്, ഇങ്ങനെ ഒത്തിരി പേരുണ്ടാവും. നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് നമ്മൾ കുറച്ച് സമയം സംസാരിക്കാനിരിക്കുക. ഏത് നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞല്ലോ, അതാണ് ഏറ്റവും ബെറ്റർ. മാറ്റിയൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ഇരിക്കുക. ഇപ്പൊ സാധാരണ വീട്ടിലൊക്കെ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് അവിടെ പുറത്ത് ബാൽക്കണിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിലോ ഇരുന്നിട്ട് ചുമ്മാ കഥ പറയാം. അതൊരു ശീലമാക്കി കൊണ്ടുവരാം. അപ്പോൾ ഫാമിലിക്കകത്ത് നല്ല ബോണ്ട് ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും, സന്തോഷങ്ങൾ ഉണ്ടാവും. ഇത് ശീലമാക്കിക്കൊണ്ട് കുട്ടികൾക്കും ഇത് ശീലിപ്പിക്കണം കേട്ടോ. അപ്പോൾ പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. പേഴ്സണൽ ഡെവലപ്മെന്റ് പോലെ തന്നെ പ്രധാനമാണ് പ്രൊഫഷണൽ ഗോൾസ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റും നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2025ൽ പുതിയൊരു തുടക്കം, ഏതെങ്കിലും ഒരു കോഴ്സിനുള്ള തുടക്കം നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. ഞങ്ങളെ ഓഫീസിൽ ഒരു സ്റ്റാഫ് ഉണ്ട്. അവർ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആൾക്ക് എംകോം കഴിഞ്ഞു,
ആൾക്ക് MSc സൈക്കോളജി കഴിഞ്ഞു, ആൾക്ക് MA സൈക്കോളജി കഴിഞ്ഞു, നിലവിൽ MSWക്കാണ് ഈ വർഷം പോകുന്നത് എന്നൊക്കെ പ്ലാൻ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ PhD. ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിലർ 10ാം ക്ലാസ് ഇല്ലാത്തവരുണ്ടാവും. നിങ്ങൾ 10 പഠിക്കുക. അത് ഒരു 6 മാസമൊക്കെ കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ഇനി +2 ഇല്ലേ, +2 complete ആക്കാൻ നിങ്ങൾക്ക് ഡിഗ്രി വേണമെങ്കിൽ അങ്ങനെ തുടങ്ങാം. ഓൺലൈനിലൊക്കെ പരീക്ഷ എഴുതി പാസ്സാവാൻ പറ്റുന്ന 10ഉം +2ഉം ഡിഗ്രി ഒക്കെ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്, വലിയ എഫേർട്ട് ഒന്നും എടുക്കാതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ട്രൈ ചെയ്യുക നിങ്ങൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എല്ലാ സൗകര്യങ്ങളും വന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും പോസിബിൾ അല്ല. ഉള്ള സൗകര്യം അനുസരിച്ച് അങ്ങോട്ട് തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് തീർന്നു. അപ്പൊ 2025-ൽ ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ സ്റ്റക്കായി പോയാൽ, നമ്മൾക്ക് നിന്ന് പോയാൽ ഏതെങ്കിലും ഒരു പഠനം നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. തുടങ്ങുക എന്നുള്ളത് ഒന്നാമതായി എടുക്കേണ്ടുന്ന പ്രൊഫഷണൽ ഗോൾസിലെ കാര്യമാണ്. പുതിയ കോഴ്സ് തുടങ്ങുക എന്ന് പറഞ്ഞല്ലോ, അതേപോലെയാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് കേട്ടോ. നമ്മൾ എന്തിനും പറയുന്ന സമയം പലപ്പോഴും വൈകിട്ടാണ് നമ്മൾ എത്തുക, അല്ലെങ്കിൽ നേരത്തെയുള്ള സമയങ്ങൾ പറയുക. ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് ചില കള്ളങ്ങളൊക്കെ ടൈമിൽ ഉണ്ടാവാറുണ്ട്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ടൈം ഷാർപ്പാക്കുക എന്നുള്ളതാണ്. എത്ര സമയത്ത് നമ്മളെ മീറ്റിംഗ് തുടങ്ങും, ആ ടൈമിന് തുടങ്ങുക. എത്ര സമയത്ത് ഓഫീസിൽ എത്തണം, ആ ടൈമിൽ എത്തുക. എത്ര മണിക്ക് ഉറങ്ങി എണീക്കണം, ടൈമിൽ എണീക്കുക. എത്ര മണിക്ക് ഉറങ്ങണം. അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു കർക്കശ ബുദ്ധി എന്നൊക്കെ പറയില്ല, അതുണ്ടാവും. അത് എല്ലാം കംപ്ലീറ്റ്ലി ആപ്റ്റ് ആവണമെന്നില്ല, പക്ഷെ എന്നാൽ പോലും പരമാവധി ടൈം മാനേജ്മെന്റിന് നല്ല പ്രാധാന്യം കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. പ്രൊഫഷണൽ ലൈഫിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഏതെങ്കിലും സെഷൻസുകൾ പങ്കെടുക്കുക എന്നുള്ളത്. നമുക്ക് പരമാവധി റിലാക്സ് നൽകുന്ന കുറേ സെഷനുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് NLP സെഷൻ, TA സെഷൻ, അതേപോലെ തന്നെ മണി മാനേജ്മെന്റ്, പിന്നെ ടൈം മാനേജ്മെന്റ്, അങ്ങനെ സെൽഫ് ഗ്രോത്ത്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടാകുന്ന പല രൂപത്തിലുണ്ടാകുന്ന ഷോർട്ട് ടൈം ആയിട്ടുള്ള സെഷനുകളോ കോഴ്സുകളോ അതല്ലെങ്കിൽ 1 ഡേ ഇവന്റുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഇവന്റുകൾ 1ഓ 2ഓ ഒക്കെ അറ്റൻഡ് ചെയ്താൽ വളരെ നന്നാവും. അത് നമുക്ക് ഒരുപാട് പേഴ്സണൽ ഗ്രോത്തുകൾ ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. പ്രൊഫഷണൽ ഗോൾസിലെ മറ്റൊരു വിഷയമാണ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ഒന്ന് എടുത്ത് നോക്കുക. ഫോണിൽ എത്ര കോണ്ടാക്ട്സ് ഉണ്ട്, ആ കോണ്ടാക്ട്സിൽ എത്ര പേരെ പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഒത്തിരി പേരെ പരിചയപ്പെടാനുണ്ട്. നമ്മുടെ ബിസിനസ്സിന്, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷന്, അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുറച്ച് കൂട്ടുകാരെ, അല്ലെങ്കിൽ കുറച്ച് നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കുക, പരിചയപ്പെടുക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ഗോൾസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ പ്രധാനമാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജോലി പൊതുവെ സ്ട്രെസ് ഉണ്ടാവുമല്ലോ, സ്ട്രെസ് സാധാരണയാണ്. സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ കൊണ്ടുവരണം. എന്ന് വെച്ചാൽ ടൈമിന് കൃത്യമായിട്ട് നമ്മൾ പോയിട്ട് ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഒന്ന് പുറത്ത് ജസ്റ്റ് പോയി ബീച്ചിലൊക്കെ പോയിരിക്കുക. അതല്ലെങ്കിൽ എല്ലാ ദിവസവും പോയിരിക്കുക എന്നുള്ളതല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ, അല്ലെങ്കിൽ ചെറിയ യാത്രകൾ പോവുക. ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്ട്രെസ് നമുക്ക് റിലീസ് ആവാൻ കാരണമാകും എന്നുള്ളതാണ്. മൂന്നാമത്തെ നമ്മുടെ കാറ്റഗറിയാണ് ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്നുള്ളത്. ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൽ പലപ്പോഴും രസകരമാണ് കേട്ടോ. ഒന്നാം തീയതി പല ജിമ്മുകളും നല്ല അഡ്മിഷനുകളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴേക്കും പതിയെ പതിയെ എല്ലാവരും അതിൽ നിന്ന് ഒഴിവാകും. ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൽ വലിയ ടാസ്കുകളൊന്നും നമ്മൾ എടുക്കണ്ട. പകരം ചെറിയ ടാസ്കുകൾ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ 1 വർഷം കൊണ്ട് നല്ല ഗ്രോത്ത് നമുക്കുണ്ടാവും. എന്താണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, കണ്ടിന്യൂ എക്സസൈസ് എന്നുള്ളതാണ്. കണ്ടിന്യൂ എക്സസൈസ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂറൊന്നും നിൽക്കണ്ട, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അത്ര മതി. എന്താ ഇപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഒന്നുകിൽ നമ്മൾ നടക്കുക, നമ്മൾ നടന്നാൽ മതി. ജസ്റ്റ് ഇനി നടക്കാൻ പറ്റുന്നില്ലേ, നമ്മൾ ജസ്റ്റ് ജമ്പിങ് ജാക്സ് പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതി. ജമ്പിങ് ജാക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജമ്പ് ചെയ്യുക, അതുപോലെ തന്നെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗണിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ അറ്റ്ലീസ്റ്റ് എക്സസൈസ് ആവും. ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് എങ്കിലും നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ആയി കിടന്നിട്ട് നമ്മളൊന്ന് ബ്രീത്ത് മേലോട്ടേക്ക് എടുക്കുന്നു, കുറച്ച് ഒരു സെക്കൻഡ് 2 സെക്കൻഡ് അവിടെ പിടിച്ച് നിൽക്കുന്നു, ദെൻ വായിലൂടെ നമ്മൾ പുറത്ത് വിടുന്നു. ഈ ഒരു സാധനം നമ്മൾ 10 തവണ ഒക്കെ ചെയ്താൽ നമ്മുടെ മൈൻഡ് നല്ല റിലാക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സസൈസ് സ്ഥിരമാക്കുക എന്നുള്ളത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം എന്താണെന്നറിയോ? പഞ്ചസാര കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ടാസ്ക്കാണ് കേട്ടോ അത്. പഞ്ചസാര പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണം, പക്ഷെ എങ്കിൽ പോലും ഇത്തിരി പ്രയാസമാവുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3 മാസം നിലവിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും കുറച്ച് പഞ്ചസാര ഉപയോഗിക്കാം. ഈ പഞ്ചസാരയാണ് പലപ്പോഴും പല രോഗങ്ങൾക്കും കാരണമായി വരാറുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഷുഗർ കട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഒരിക്കലും ഷുഗർ ഉപയോഗിച്ചുള്ള ചായ കുടിക്കേണ്ട. അത് നമുക്ക് കട്ട് ചെയ്യാലോ, അത് പ്രശ്നമില്ലല്ലോ. അത് ശീലമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യുക. ഒരു 3 മാസത്തിന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. ഷുഗർ കട്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ? വെയിറ്റ് ഒക്കെ ലൂസ് ആവും, ശരീരമൊക്കെ കുറച്ച് calm ആവും, നല്ല രസകരമായിട്ട് നമ്മളൊരു ഭയങ്കര ഒരു ഹെഡേക്കിൽ നിന്നും ഒഴിവായ ഫീൽ ആയിരിക്കും ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്താൽ നമുക്കുണ്ടാവുക. പിന്നെ ഒന്നാണ് ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിളും നന്നായി ആഡ് ചെയ്യാം. മീറ്റ് കഴിക്കണ്ട എന്നല്ല, മീറ്റ് കഴിക്കാം, ചിക്കൻ കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുണ്ടാവുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് ജസ്റ്റ് ആഡ് ചെയ്യുക. നമ്മൾ സാധാരണ ഈ നട്ട്സിനൊക്കെ വലിയ വിലയല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാണ്ട് ഇരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കുറച്ച് nuts ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന്റെ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ എക്സ്പെൻസീവ് ആണെങ്കിലും അതൊക്കെ കൊണ്ടുവന്ന് ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ 2 ബദാം കുതിർത്തിട്ട് ഡെയിലി മക്കൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഹണി, പിന്നെ തേന് മക്കൾക്ക് കൊടുക്കുക. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് വലിയ എക്സ്പെൻസ് ആവില്ല. പക്ഷെ ഉണ്ടാവുന്ന വെൽനെസ് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അടുത്തത് ഫിനാൻഷ്യൽ പ്ലാൻ ആണ് കേട്ടോ. എങ്ങനെയാണ് ഫിനാൻസ് പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ കുറേ സേവ് ആക്കി വെക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വേണ്ട. പറ്റുന്നവർ ചെയ്തോട്ടെ. പക്ഷെ കുഞ്ഞു പ്ലാനിങ്ങുകൾ നമുക്ക് ഉണ്ടാവണം. എന്താണ് അത് ചെയ്യാൻ പറ്റുക? ചെറിയ ചെറിയ രീതിയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നിട്ട് നമ്മുടെ കീശയിൽ ചെറിയ പൈസ ഉണ്ടായി. ഈ പൈസ തന്നെ നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ ചെറിയ ഇപ്പോൾ ഇതുപോലത്തെ പിന്നെ പോട്ടുകൾ ഉണ്ടാവും, നമ്മുടെ തൂത്തി എന്നാണ് നമ്മൾ പറയാ. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇടുക. നമ്മൾ 10ഓ 20ഓ ഒക്കെ വെച്ചിട്ടാൽ അതെന്താവുമെന്ന് വെച്ചാൽ ഒരു വർഷം അവസാനമാകുമ്പോൾ അത്യാവശ്യം നല്ല പൈസ കിട്ടും. ഏകദേശം ഈ വർഷം ഒരു 16,000 രൂപയോളം എനിക്ക് കിട്ടി കേട്ടോ. അങ്ങനെ വിട്ട് വെച്ചിട്ട് ഞങ്ങളത് എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ ഡിസംബർ ഒരു യാത്ര പോയി അത് പൊട്ടിച്ചിട്ട്. അപ്പോൾ ഈ യാത്രക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നമുക്ക് ഇങ്ങനെ കുഞ്ഞു സേവിങ്ങുകൾ നമുക്ക് ഉണ്ടാവാം. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ടത്, വലിയ പ്ലാൻ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ATM കാർഡും അതുപോലെ തന്നെ നമ്മളുടെ ഓൺലൈൻ സർവീസും ഇല്ലാത്ത ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലും ബാങ്കിൽ, പല ബാങ്കുകളും നമുക്ക് ചെയ്യാൻ പറ്റും. ATM കാർഡ് വാങ്ങണ്ട, ചെക്ക് ബുക്ക് തന്നോട്ടെ, കുഴപ്പമില്ല. ATM കാർഡ് വാങ്ങണ്ട. അതുപോലെ തന്നെ ആ നമ്പറിൽ ഗൂഗിൾ പേയും ഉണ്ടാക്കണ്ട. പകരം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും 100ഓ 200ഓ 500ഓ വെച്ചിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അഡീഷണൽ കിട്ടുന്ന എമൗണ്ടുകൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു വർഷം ആകുമ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു എമൗണ്ട് അവിടെ സേവ് ആയിട്ടുണ്ടാവും. യാത്രയുടെ കാര്യം പറഞ്ഞപ്പോഴേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കുടുംബത്തെ എല്ലാവരെയും കൂട്ടിയിട്ട് 2025 എവിടത്തേക്കെങ്കിലും ഒരു കുഞ്ഞു യാത്ര പോകണം കേട്ടോ. അത് ഒറ്റ ദിവസം ആയിക്കോട്ടെ, 2 ദിവസമോ 3 ദിവസമോ, നിങ്ങളുടെ സാഹചര്യം പോലെ ഒരു യാത്രകൾ ചെറുതായിട്ട് പ്ലാൻ ചെയ്യുക. 2025 ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ സന്തോഷം കണ്ടെത്തുന്ന നല്ല ഗ്രോത്ത് ഉള്ള ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. 2025നെ ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കുന്ന ചില സ്മോൾ ടിപ്സ് ആണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് നടക്കൂല, ഒരിക്കലും പോസിബിൾ അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇനിയും ഉണ്ടാവും. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അത് ഉപകാരപ്പെടട്ടെ. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.